ദൈവം നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് രാത്രി നമ്മൾ പറയില്ല, നിരാശക്കെന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. പ്രതികൂലങ്ങൾക്ക് എന്റെ മേൽ സ്ഥാനമില്ല. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്റെ ജീവിതത്തിലും കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഒരു വാഗ്ദത്തമാണ്. അമേൻ, ചില വരികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ചേർന്ന് പാടി. ഇന്ന് രാത്രിയിലും അമേൻ ആ വാഗ്ദത്തം ഓർക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് മടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചേർന്ന് പറഞ്ഞ് കർത്താവിന്റെ വാഗ്ദത്തം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഹല്ലേലൂയ അമേൻ പ്രിയ മാതാപിതാക്കൾ കടന്നു വന്നിട്ടുണ്ട്. അമേൻ, പ്രിയ സഹോദരൻ ജെറിന്റെ പിതാവും മാതാവുമാണ്. ഹല്ലേലൂയ. കാലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ദൈവം പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി നമ്മോടൊക്കെ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റുന്ന ഒരു കർത്താവുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വഴിയും സത്യവും ജീവനുമായവൻ വിശ്വസ്തനെന്നുമൻ കൂടെയുണ്ട്. ജീവിതത്തിലെ ഒരു നിരാശയുടെ നടുവിൽ ഞാൻ വളരെ വേദനപ്പെട്ടിരുന്നപ്പോ കർത്താവിന്റെ നാവിന്മേൽ തന്ന വാക്കുകളാണിത്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് എഴുതി വെച്ചെങ്കിൽ ഞാൻ പല പ്രാവശ്യം അവൻ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിടുവാനിടയായി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അങ്ങനോട് പറഞ്ഞതാണ് കീരത്ത് തോട്ടിലും സാരാഫാത്തിലും കൺമണി പോലെ എന്നെ കരുതുമെന്ന്. ഹല്ലേലൂയ. അഗ്നിയുടെ നടുവിലും സിംഹത്തിന്റെ കൂട്ടിലും ഇറങ്ങി വന്ന് അവൻ താങ്ങുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ മരിക്കത്തില്ല. ഇത്രമാം സ്നേഹം നീ തന്നതാ, യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഈ ലോകത്തിൽ നിന്ദകൾ ഏറി വന്നാലും മാറല്ലേ മാറായും നാഥനേ. ഞാൻ ഈ ആലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം കാരണക്കാരൻ എന്റെ മകനാണ്, ജെറിനാണ്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ പല കുഞ്ഞുങ്ങളും വഴിതെറ്റി നാശത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതിൽ 5 വർഷം മുമ്പ് അതിൽ പോയി സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ തക്കണം അതിൽ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു. അതിനൊക്കെ ശേഷം ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന സഭയിലായിരുന്നു. അവിടെ നിന്നൊക്കെ എന്റെ മകനെ വിളിച്ചു വേർതിരിച്ചു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വെപ്പാൻ തക്കണം അതിനിടയാക്കി. ഞങ്ങളുടെ ആലയത്തിൽ തന്നെ എനിക്ക് വയ്യാതിരുന്ന അവസ്ഥയിലൊക്കെ പലരും എന്നെ വിലക്കി. ഞാൻ പറഞ്ഞു, ആലയത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്കൊരു പ്രത്യേക ശക്തി ദൈവം തമ്പുരാൻ തരും. ആ ശക്തിയിലാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത്. എന്റെ നിലകളെ നീക്കാനുള്ള എന്റെ ദൈവത്തിന് കഴിവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ കടന്നു വന്നു. ആലയത്തിൽ ആരാധിക്കാൻ അവസരങ്ങൾ ഒരുക്കി തന്നു. തിരുനാമത്തെ ഞാൻ ഘോഷിക്കും, എന്നും കീർത്തിച്ചിടും ജീവനാളുകളെല്ലാം. ഹല്ലേലൂയ ഞാൻ പാടിടും, വാഴ്ത്തിയിടും തിരുനാമത്തെ ഞാൻ ഘോഷിക്കും, എന്നും കീർത്തിച്ചിടും ജീവനാളുകളെല്ലാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വഴിയും സത്യവും ജീവനുമായവൻ വിശ്വസ്തനെന്നും കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ വാക്ക് പറഞ്ഞവൻ മാറുകില്ല. വഴിയും സത്യവും
ജീവനുമായവൻ വിശ്വസ്തനും നോമൻ കൂടെയുണ്ട്. ഹല്ലേലൂയ ഞാൻ പാടിടും വാഴ്ത്തിടും തിരുനാമത്തെ, ഞാൻ ഘോഷിക്കും എന്നും കീർത്തിച്ചിടും എൻ ജീവനാളുകളെല്ലാം. ഞാൻ പാടിപ്പോയി ഞാൻ കീർത്തിച്ചിടും വാഴ്ത്തിടും തിരുനാമത്തെ, ഞാൻ ഘോഷിക്കും എന്നും കീർത്തിച്ചിടും എൻ ജീവനാളുകളെല്ലാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ കടന്നു വരുന്നു. അതിനു മുൻപ് താൻ അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, തന്റെ ജീവിതത്തിലെ കഷ്ടതകൾ നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു പറയുന്ന വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ചില കഷ്ടതകൾ നീ സഹിക്കുന്നെങ്കിൽ, നീ വേദനകൾ വഹിക്കുന്നുവെങ്കിൽ, ചില ദുഃഖഭാരവുമായി ഇതിനകത്ത് കടന്നു വന്നുവെങ്കിൽ, ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ തന്റെ ശരീരത്തിന്റെ മേൽ അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങൾ പോലെ, ചില ഭാരം പോലെ, ചില ദുഃഖങ്ങൾ പോലെ, ചില കഷ്ടതകൾ പോലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിന്റെ ഭാരങ്ങളെ മാറ്റുമ്പോൾ ആ കുഞ്ഞ് അവിടെ ജനിച്ചു 9 മാസം 9 ദിനം 9 നാഴിക എന്ന് പറയുന്നത് പോലെ തന്റെ ജീവിതത്തിൽ ആ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ, ആ കുഞ്ഞിന്റെ കരച്ചിലുകൾ കേൾക്കുമ്പോൾ നിന്റെ ദുഃഖം, ഒരു മാതാവിന്റെ ദുഃഖം മാറിപ്പോകുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ, നിന്നോട് ഇടപെടുകയാ. ഈ ആണ്ടിന്റെ അവസാനം തീരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഞെരുക്കി കളഞ്ഞ, നിന്നെ ദുഃഖിപ്പിച്ച് കളഞ്ഞ, മറ്റു ലോകം നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിയ ചില പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറുന്ന ദിനങ്ങളാ. നീ സഹിച്ചത് ചില വേദനകളാ. പലപ്പോഴും നീ പറഞ്ഞിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്താ കഷ്ടത, എനിക്ക് മാത്രം എന്താ ഈ ഞെരുക്കം, എനിക്ക് മാത്രമാ ഈ ദുഃഖം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായി ഇടപെടുകയാണ്. ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ ഗർഭം ധരിക്കുമ്പോൾ താൻ സഹിക്കുന്ന വേദന പോലെ, തന്റെ ജീവിതത്തിൽ ചുരുങ്ങിയ ഒരു കാലയളവ് സഹിക്കുന്ന കഷ്ടത പോലെ അത് പുറത്തേക്ക് വരുമ്പോൾ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. രാത്രി ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു പറഞ്ഞ വാക്യമാ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കഷ്ടത അനുഭവിക്കുന്നത് ഭാഗ്യവാന്മാർ. നിന്റെ ജീവിതത്തിൽ അത് വിടുതലിലേക്ക് നയിക്കുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രിയിൽ വചനം സംസാരിക്കുക.